ആദ്യം ബി.ജെ.പിയുമായി ഒരുമിച്ച് കൂടിയ എ.ഐ.ഡി.എം.കെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് എൻ.ഡി.എ സഖ്യത്തിൽ നിന്നും പടിയിറങ്ങിയത്. തമിഴ് മണ്ണിൽ ബി.ജെ.പിക്ക് നിലനിൽപ്പില്ല എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ എ.ഡി.എം.കെ തിരഞ്ഞെടുപ്പിന് മുൻപായി ബി.ജെ.പിയെ ഒറ്റക്കാക്കി കളം കാലിയാക്കുകയായിരുന്നു. ഡി.എം.കെ കരുത്താർജിച്ചു നിൽക്കുന്ന തമിഴ് മണ്ണിൽ ബി.ജെ.പിയെ ചുമന്നാൽ വലിയ തോൽവി കാത്തിരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിലേക്കാണ് എ.ഡി.എം.കെ പുതുവഴികൾ തേടിയത്. ഫലം വന്നപ്പോൾ തമിഴ്നാട് ഇന്ത്യ സഖ്യം തൂത്തുവാരി. ഇതോടെ എൻ.ഡി.എയിൽ പൂർണ്ണമായും ബി.ജെ.പി ഒറ്റപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്നും കുറഞ്ഞത് 10 സീറ്റെങ്കിലും പിടിക്കാമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു ബി.ജെ.പി എ.ഡി.എം.കെ സഖ്യം മുന്നോട്ടു പോയത്. എന്നാൽ ഭിന്നത രൂക്ഷമായതോടെ വഴിപിരിഞ്ഞ സഖ്യത്തിന് തമിഴ്നാട്ടിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചില്ല. വലിയ തോൽവിയാണ് എൻ.ഡി.എക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ സംഭവിച്ചത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും എ.ഡി.എം.കെയുമായുള്ള ബന്ധം പൊടി തട്ടിയെടുക്കാനുള്ള നീക്കത്തിലായിരുന്നു അണ്ണാമലയും ബി.ജെ.പിയും. എന്നാൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയോട് അടുക്കാനുള്ള സാധ്യതകൾ അണ്ണാ.ഡി.എം.കെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് മാസം 1 തികയുന്നതിന് മുൻപ് നിലപാട് മാറ്റിയിരിക്കുകയാണ് എ.ഡി.എം.കെ. തമിഴ്നാട്ടിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കവേ ബി.ജെ.പിയുമായി വീണ്ടും ഒരു സഖ്യമുണ്ടാക്കാൻ തയ്യാറാണ് എന്നാണ് എ.ഡി.എം.കെ അറിയിക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമിയുടെ പ്രതികരണമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് ജീവനേകിയത്. ബി.ജെ.പി സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതിരുന്ന പളനിസ്വാമി 6 മാസം കൂടി കാത്തിരിക്കാനാണ് എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. ഇതോടെ 2026 നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ്. തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ ഭരണകക്ഷിയായ ഡി.എം.കെ പരാജയപ്പെടുത്തുക എന്നതാണ് എ.ഡി.എം.കെയുടെ പ്രാഥമിക ലക്ഷ്യമെന്നും പളനിസ്വാമി വ്യക്തമാക്കിയിരുന്നതാണ്. തങ്ങളുടെ ഏക ശത്രു ഡി.എം.കെ മാത്രമാണ്. മറ്റൊരു പാർട്ടിയുമായി ശത്രുതയില്ല. ജനവിരുദ്ധരായ ഡി.എം.കെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഉത്തരവാദിത്തമെന്നും നേതാവ് പറയുന്നുണ്ട്. അത് 2026 നടക്കുമെന്ന് ഉറപ്പും പളനിസ്വാമി അണികൾക്ക് നൽകിയിരുന്നു. വോട്ടുകൾ ഭിന്നിക്കാതെ ഡി.എം.കെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതോടെയാണ് അടുത്ത സഖ്യ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. ബി.ജെ.പി ഒപ്പം നിർത്തി ഡി.എം.കെ സർക്കാരിനെ താഴെ ഇറക്കാനാണോ മുൻ ഭരണകക്ഷിയുടെ നീക്കമെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ബി.ജെ.പിയുമായുള്ള സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ നേരത്തെ ആയിപ്പോയി എന്നാണ് എ.ഡി.എം.കെ പറയുന്നത്. ഇതെല്ലാം വെറും അനുമാനങ്ങളായി അടിസ്ഥാനമാക്കിയുള്ളതാണ്. 6 മാസത്തിന് ശേഷം ആരാണ് അവിടെയെന്നും ആരാണ് ഇവിടെയെന്നും ഒക്കെ കൃത്യമായി മനസ്സിലാകുമെന്നും മുൻ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതിനിടെ അടുത്ത വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകുമെന്ന് കരുതുന്ന വിജയുടെ തമിഴ് വെട്ടിക്കഴകവുമായി എ.ഡി.എം.കെ സഖ്യത്തിൽ എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. ഏതായാലും 2 കോടി മെമ്പർമാർ പാർട്ടിക്ക് ഉണ്ട് എന്നാണ് എ.ഡി.എം.കെ അവകാശപ്പെടുന്നത്. എ.ഡി.എം.കെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ 2 കോടി വോട്ട് കൂടിയാണ് തമിഴ്നാട്ടിൽ എൻ.ഡി.എക്ക് നഷ്ടമാകുന്നത്. നിലവിൽ ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ 4 എം.എൽ.എമാരാണ് ഉള്ളത്. എ.ഡി.എം.കെക്ക് 66 എം.എൽ.എമാരുണ്ട്. ഈ 66-ൽ നിന്നും ചിലരെ മറുകണ്ഠം ചാടിക്കുകയായിരുന്നു ബി.ജെ.പിയുടെ പ്രഖ്യാപിത നയം. അതിന്റെ ആദ്യ പകുതിയായിട്ട് എം.എൽ.എമാരിൽ ചിലർ കൂട്ടത്തോടെ ബി.ജെ.പിയിൽ ചേർന്നത് എ.ഡി.എം.കെക്ക് കനത്ത തിരിച്ചടിയാണ് അവിടെ സമ്മാനിച്ചത്. ഇതിനു പിന്നാലെയാണ് എ.ഡി.എം.കെ ബി.ജെ.പി കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് എൻ.ഡി.എയിൽ നിന്നും പടിയിറങ്ങിയതും.